അപ്പോൾ അങ്ങനെ കിടന്ന മുറ്റം ഇപ്പോൾ കാണണ്ടേ, വൃത്തിയാക്കിയതിന് ശേഷം വരൂ കാണാം. ഈ കൃഷിയുണ്ട്, കൃഷി. ഇത് ഒരു വലിയ വെണ്ടയ്ക്കാണ്, ഇത് പച്ച ചെറിയ നാടൻ വെണ്ടയ്ക്ക. പിന്നെ ഇത് കാന്താരി, 2-3 വർഷം കൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കാന്താരി. ഇത് കുറച്ച് ചെറിയ ചെറിയ കൃഷിയാണ്. പിന്നെ ഇതുകൊണ്ട് ഇതൊരു സൈസ് മുളക്, ഉണ്ടമുളക് ഉണ്ടോ. പിന്നെ ചെറിയ ചെറിയ കഴുത, കാന്താരി, ഉണ്ടമുളക്. അപ്പോൾ കാണണ്ടേ നമ്മൾ വൃത്തിയാക്കിയത്, കൂട്ടുകാരെ കണ്ടാലോ? കണ്ടോ വൃത്തിയാക്കിയത് കണ്ടോ? ഇവിടെ എല്ലാം പോച്ച വരച്ച് മൊത്തം നല്ല ക്ലീനായി. പാടായിരുന്നില്ല, ഇവിടെ എല്ലാം വൃത്തിയാക്കി, ഇവിടെ എല്ലാം വൃത്തിയാക്കി കണ്ടോ. ഇതെല്ലാം വൃത്തിയാക്കി, അതെല്ലാം ചെടിയാണ്. മുറ്റത്ത് കുറച്ച് ചെടിയുണ്ട്, അത് പാറപ്പൊടി. ഇവിടെ വീട് പണി മെയിൻ്റനൻസിന് വന്നപ്പോൾ ബാക്കി വന്ന പാറപ്പൊടി അതെല്ലാം മൂടി വെച്ചേക്കാം, മഴ നനയാതെ. പിന്നെ നമ്മൾ കാട് തെളിച്ചത് കണ്ടോ, ഇതെല്ലാം ചെടിയാണ്, തുളസി ചെടി, ഓരോരോ ചെടിയാണ്, ശംഖുപുഷ്പം, പച്ചമുളക്, അങ്ങനെ ചെറിയ ചെറിയ ചെടികളാണ് ഉള്ളത്. ബാക്കിയെല്ലാം പോച്ചെല്ലാം വൃത്തിയാക്കി കണ്ടോ, ഇവിടെ എല്ലാം വൃത്തിയാക്കി. ഇനി റോഡ് സൈഡ് തൂക്കാനുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം റോഡാണ്. താഴെ അധികം താഴോട്ടാണ് റോഡ് പോകുന്നത്. താഴെ അധികം ഒരു ഒറ്റ വീടേ ഉള്ളൂ, 2 വീടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, വണ്ടിയൊന്നും പോകുന്ന സൈഡല്ല, റോഡാണ്. അപ്പോൾ എവിടെയും കൂടി തൂക്കണം. കൂട്ടുകാരെ അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞു. 2 മണിക്ക് തുടങ്ങിയത്, ഇപ്പോൾ 6:35 ആയി സമയം. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും സപ്പോർട്ടും തരണേ. ജോലിയാണ് റോഡ്, ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള റോഡ് കണ്ടോ, അതുവരെ വൃത്തിയായി കണ്ടോ. ഇത് റോഡ്, താഴെ റോഡ്, മേളിൽ റോഡ്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട് കണ്ടോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ റോഡ് സൈഡാണ്, ഫ്രണ്ട് ഭാഗത്ത് റോഡ് സൈഡാണ്, ആ റോഡാണ്. അവിടെയും തൂത്ത്